ഹലോ ഫ്രണ്ട്സ്, ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഇതാണ് കൊല്ലങ്കോടുള്ള ചിങ്ങഞ്ചിറ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഇങ്ങോട്ടൊന്ന് വരണം എന്നുള്ളത്. ഇപ്പോഴാണ് അത് സാധിച്ചത്. നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ. എല്ലാവരും വരേണ്ട ഒരു സ്ഥലമാണ്. പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ ഇവിടേക്ക്, അതും കൊല്ലങ്കോട് എത്തിക്കഴിഞ്ഞാൽ നിർബന്ധമായും പോയിരിക്കേണ്ട സ്ഥലം കൂടിയാണത്. എല്ലാ വണ്ടികളും ഏകദേശം ഈ അമ്പലത്തിൻ്റെ അടുത്ത് വരെ എത്തുന്നുണ്ട്. പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. കുറേ പേര് ട്രാവലറിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം വണ്ടികളെല്ലാം ഇവിടം വരെ എത്തുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഈസിയായി വരാം. പക്ഷെ റോഡ് കുറച്ച് മോശമാണ്. ടാറിങ്ങൊക്കെ പോയി കിടക്കുകയാണ്. പക്ഷേ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഇവിടെ എത്തിച്ചേരാം. ഇതാണ് ഇവിടുത്തെ കാഴ്ച. പക്ഷെ ഇവിടെ നിറയെ നായകളുണ്ട്. നായകളെ നന്നായി സൂക്ഷിക്കുക തന്നെ ചെയ്യണം. ആരെയും ഉപദ്രവിക്കുന്നൊന്നുമില്ല, എങ്കിലും ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, നോക്കൂ, മരങ്ങളൊക്കെ വളർന്നിരിക്കുന്നതിന് നല്ല ഭംഗിയാണ്. ഇവിടെ പിന്നെ ഒരു അമ്പലമുണ്ട്. ഇതാണ് അമ്പലം. നായകളെ എല്ലാവിടെയും അവർ സ്വതന്ത്രമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ആ മരങ്ങൾ കണ്ടോ, നല്ല രസമാണ് കാണാൻ, വള്ളിയൊക്കെ ആയിട്ട്. ശ്രീകുട്ടി എന്നെ വിടുക, ഞാനിങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. നായകളുടെ അടുത്താണ് പോകുന്നത്. പ്രതുവിന് നോക്കി മതിയായപ്പോൾ അമ്മ എനിക്ക് വയ്യ നോക്കാൻ പറഞ്ഞ് അവൻ വിട്ടു. പിന്നെന്താ, ഞങ്ങളെ അമ്പലത്തിൽ തൊഴുതാൻ കയറി. അപ്പോഴാണ് ശ്രീകുട്ടിൻ്റെ ഷൂ ഊരിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഊരാൻ വെളിയിലേക്ക് വന്നാണ്. അത് കഴിഞ്ഞ് അവർ കയറി തൊഴുത്, ഞാനും അത് കഴിഞ്ഞ് കയറി. തൊഴുതാൻ കയറിയപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്, ഇവിടെ അമ്പലത്തിൽ വീട് പണി തീർന്നവർ വീട് നേർന്നിട്ട് വീടിൻ്റെ രൂപം, അതുപോലെ കല്യാണം കഴിയാത്തവർ വള നേർന്നിട്ട് അത്, പിന്നെ വാഹനങ്ങൾ വാങ്ങാൻ വിചാരിച്ച് സാധിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ രൂപം, അങ്ങനെ തൊട്ടിയും കുട്ടിയും, അങ്ങനെ പല പല രൂപങ്ങളും അവിടെ നേർച്ചയായിട്ട് തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർ നേർന്നിട്ട് അത് സാധിച്ചതിന് ശേഷം കൊണ്ടുവന്ന് കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ. ശ്രീകുട്ടിക്ക് എത്ര തൊഴുതിയിട്ടും മതിയാവണില്ല. ഒന്ന് തൊഴുതും പിന്നെ ഒരു റൗണ്ട് വരും, പിന്നെയും കയറും. അങ്ങനെ ഇതാണ് ആ തൊട്ടിയും കുട്ടിയും എന്ന് പറഞ്ഞില്ലേ, വീടും എല്ലാം അവിടെ തൂക്കി വെച്ചിട്ടുണ്ട് ആ സൈഡിൽ തന്നെ. ശ്രീകുട്ടി പിന്നെയും ഇങ്ങനെ ഓടി നടക്കാൻ തുടങ്ങി. നായകളുണ്ട്, അതാണ് പേടിക്കേണ്ട മെയിൻ. ശ്രീകുട്ടി എല്ലാവരും ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അവിടെ ഒരു കുഴി കണ്ടപ്പോൾ അതൊന്ന് അടുത്ത് പോയി നോക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ദൈവത്തിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ ചോരയൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെയാണ് തോന്നുന്നു ആടും കോഴിയൊക്കെ അറുത്തിട്ടുള്ള പൂജ കഴിക്കുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു. ശ്രീകുട്ടി പിന്നെയും ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഇവിടെയുള്ള ഈ മരങ്ങളും അതിൽ തൂങ്ങി നിൽക്കുന്ന വള്ളികളും ഒക്കെയാണ് ഇതിൻ്റെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ്. കണ്ടോ, പ്രതു ഇങ്ങനെ ആടുകയാണ്. പക്ഷെ മുൻപൊക്കെ ഈ വള്ളി നല്ല നീളം, എല്ലാ വള്ളികളും നീളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. എല്ലാവരും ഐസ്ക്രീം കഴിക്കുന്നുണ്ടപ്പോൾ ശ്രീകുട്ടിയും വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്താണ്. ചുമയായതുകൊണ്ട് മേടിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അവൾ എല്ലാവരും കഴിക്കുമ്പോൾ നോക്കി നിൽക്കുക. അപ്പോൾ പിന്നെ അവൾക്കും വാങ്ങിച്ചു കൊടുത്താണ്. മുഴുവൻ അവൾ കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചപ്പോൾ അവൾ എന്നെ നോക്കുകയാണ്.
എനിക്കെന്താ തരാത്തതെന്ന്. പിന്നെ ഇവിടെ ആടും കോഴിയൊക്കെ വെട്ടി പൂജ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ കുറച്ച് പേര് കോഴി അറുത്ത് പൂജ കഴിഞ്ഞിട്ട് അവിടെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളവിടെ കണ്ടത്. കുക്ക് ചെയ്യുന്നതൊക്കെ ആ സൈഡിൽ അടുപ്പൊക്കെ ഉണ്ട്, അവിടെയാണ് അവിടെ കുക്ക് ചെയ്യുന്നത്. അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ വലിയൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് അമ്പലം. നല്ല തിരക്കുണ്ട്. പിന്നെ ക്രിസ്മസ് ദിവസമാണ് ഞങ്ങൾ പോയത്, അതുകൊണ്ട് തന്നെ വെക്കേഷൻ സ്റ്റാർട്ടിങ്ങും ആയതുകൊണ്ട് തിരക്കുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല തിരക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ട്രാവലറുകളിലും കാറിലും ഒക്കെ ആയിട്ട് നിറയെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ എത്തിയത്, അതുകൊണ്ട് തിരക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ഫോട്ടോസും എടുത്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ. ഇത്രയേ ഉള്ളൂ. എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. സൂപ്പർ ബ്യൂട്ടിഫുള്ളാണ്. ഇതാണ് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട. ബായ്.